ഇനി മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്താണെന്ന് നോക്കാം. അതായത് ഡിമിനിഷൻ ഓഫ് ന്യൂറോൺസ്. ക്രോണിക് ആയിട്ടുള്ള ഡിസീസാണ്, നോൺ കോണ്ടേജിയസ് ഡിസീസാണ്, റീജനറേറ്റീവ് ആണ്, സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രാഫിൽ ഡിസീസ് കൂടി വരുന്നു. ഇത് കാണുന്നത് 20 to 40 വരെയുള്ള ആളുകളിലാണ്. എക്സർബേഷൻസിൽ കാണാറുണ്ട്. പിന്നെ കോസസ് അൺനോൺ ആണ്. റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രഗ്നൻസി, ഫാറ്റിക്, ഇൻഫെക്ഷൻ, ട്രൂമ എന്നിവ കാണാറുണ്ട്. പിന്നെ ഇത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ എൻസെഫലോഗ്രാഫാണ്. പിന്നെ അബ്നോർമൽ ഫൈൻഡിങ്സ് ആണ് കാണുന്നത്. അതുപോലെ CFനെ ഡ്രൈനേജ് അസസ് ചെയ്യുമ്പോൾ ഗാമഗ്ലോബിൻ ലെവൽസ് കൂടുതലായിരിക്കും, സെറം ഗ്ലോബിൻ ലെവൽസ് നോർമൽ ആകും. അസസ്മെൻറ്റ് നോക്കിയാൽ ഫാറ്റിഗ്, വീക്ക്നെസ്, അറ്റേഷ്യ, വേർട്ടിഗോ, പിന്നെ സ്പാരസ്പേഷ്യ, ബ്ലർഡ് വിഷൻ, ട്രാൻസൈറ്റ് ബ്ലൈൻഡ്നെസ്, ലോ ഐ മൂവ്മെൻറ്റ്, സെൻസേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇമോഷണൽ മെൻ്റൽ ചേഞ്ചസ് വരുന്നു. പിന്നെ ഇൻ്റർവെൻഷൻസ് നോക്കിയാൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, എനർജി കൺസേർവ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. പേഷ്യൻ്റ് സേഫ്റ്റി മെഷേഴ്സ് നൽകുക, എന്താണ് എക്സസീവ് ഡിവൈസസ് നൽകുക, ആക്ടിവിറ്റീസ് ലെവൽ കുറയ്ക്കുക, റെസ്പിറേറ്റ് നൽകുക, ബ്ലാഡറിൻ്റെ റെഗുലർ ട്രെയിനിങ്, കോംപ്ലിക്കേഷൻസ് മോണിറ്റർ ചെയ്യുക. അതായത് യൂറിനറി ഇൻഫെക്ഷൻസ്, സ്റ്റോൺസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ്. അതുപോലെ യൂറിനറി സ്റ്റാറ്റസ്, റെസ്പിറേറ്ററി സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യുക. ഫിസിക്കൽ തെറാപ്പീസ്, സ്പീച്ച് തെറാപ്പീസ് നൽകുക, ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുക, ഹൈ ഫൈബർ ഫുഡ് വേണം നൽകാനായിട്ട്. ഫാറ്റിക് പ്രിവെൻറ്റ് ചെയ്യുക, ഓവർ ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യുക, സ്ട്രെസ് ആൻഡ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.